ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന മുളക് പൊടി എന്ന് നമ്മൾ പറയില്ലേ, ഉഴുന്ന് പൊടി എന്ന് പറയും. നമുക്ക് അത് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഞാൻ ഒരു കപ്പ് ഉഴുന്നെടുത്ത് വെച്ചിട്ടുണ്ട്, ചട്ടിയിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കപ്പ് മല്ലിയാണ് ഇതിൽ തട്ടി വെച്ചിട്ടുണ്ട്. ചെറിയ കപ്പിന് ഒരു കപ്പ് മല്ലി, കുറച്ച് നമ്മുടെ സാമ്പാർ പരിപ്പ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും വെളുത്തുള്ളി എടുക്കുക. ഇതിന് ഞാനിപ്പോൾ ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഇത്രയും, ഒരു കപ്പ് നിറച്ചില്ല, ഒരു കാൽ കപ്പ്, അരക്കാലുണ്ട് അരി, അതുകൊണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ വറ്റൽ മുളകാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതൊരു 10-12 എണ്ണം ഉണ്ട്. നിങ്ങളുടെ എരിവനുസരിച്ച് അറിയാമല്ലോ, നമുക്കതിട്ട് കൊടുക്കുക. ഇനി നമുക്കിതിനെ നന്നായിട്ട് വറുത്തെടുക്കണം. ഇനി ഇതിൽ 2 സാധനങ്ങളും കൂടിയുണ്ട്, ഉപ്പും കായപ്പൊടിയും. കട്ട കായമാണെങ്കിൽ നമ്മൾ ആദ്യം അതിനെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം വേണം ഇതൊക്കെ ഇടാൻ. ഇതിൽ കറിവേപ്പിലയും ഞാൻ ഇടുമായിരുന്നു, പക്ഷേ ഇപ്പം ഇതിൽ അത്രയ്ക്ക് ഇടാൻ വേണ്ടി ഇല്ല, അതുകൊണ്ടാണ് ഇടാത്ത. കറിവേപ്പില നല്ലതാണല്ലോ, അതിനൊരു മണവും നല്ല കളറും ഒക്കെ കിട്ടും. ഇത് കൈ എടുക്കാതെ നമ്മൾ ഇളക്കി കൊടുക്കണം. എന്നുവെച്ചാൽ എല്ലാം നമുക്ക് മൂത്താലേ പൊടിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അരിയൊക്കെ ഇതാ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പം നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇതിനാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ കായപ്പൊടിയാണ് ഇടുന്നത്. കുറച്ച് കൂടുതൽ ഇതിന് നല്ലതാണ്. അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്തിട്ട് ഇത് തണുത്ത ശേഷം നമുക്ക് പൊടിക്കാം. അപ്പോൾ നമ്മൾ പൊടിച്ചത് നല്ല തരിയൊന്നുമില്ലാതെ നന്നായിട്ട് ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചാലിച്ചെടുക്കാം. അപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ ചാലിച്ച് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അപ്പം നമുക്ക് കാപ്പി കഴിക്കാം. ഇഡ്ഡലിയും ഈ മുളക് പൊടിയും ലേശ സാമ്പാറും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കണം. ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചിരുന്നാൽ നമുക്ക് രാവിലെ ദോശയ്ക്കൊക്കെ നമുക്ക് ഇത് മാത്രമായാലും മതി.
അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഓക്കെ, താങ്ക് യു.